ജപ്പാനിനെ രക്ഷിക്കാൻ അമേരിക്ക യൂറോ വിറ്റു. ഡോളർ അല്ല കേട്ടോ, യൂറോ. അതെന്താ അമേരിക്ക യൂറോ വിറ്റത്? ജപ്പാനിന്റെ കറൻസി യെൻ അത് വളരെയധികം ഡെപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. യെൻ ഡെപ്രിഷിയേറ്റ് ചെയ്താൽ ജപ്പാൻ ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടും. അതുകൊണ്ട് ജപ്പാൻ തീരുമാനിച്ചു കറൻസി ഡെപ്രിസിയേഷൻ കുറയ്ക്കാൻ വേണ്ടി മാർക്കറ്റിൽ ഇറങ്ങി യെൻ വാങ്ങാമെന്ന്. പക്ഷേ യെൻ വാങ്ങാൻ ഡോളർ വേണം. ആ ഡോളർ ജപ്പാനിന് എവിടുന്ന് കിട്ടുമെന്നറിയാമോ? ജപ്പാന്റെ കയ്യിൽ അമേരിക്കയുടെ ബോണ്ട്സ് ഉണ്ട്. അതായത് അമേരിക്കയ്ക്ക് കൊടുത്ത ലോൺ, അത് വിറ്റാൽ ഡോളർ കിട്ടും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ജപ്പാൻ അമേരിക്കയുടെ ബോണ്ട് വിറ്റാൽ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കൂടും. ഇപ്പോൾ തന്നെ അത് 19 വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. അമേരിക്കയ്ക്ക് ഇപ്പോൾ ഏറ്റവും താങ്ങാൻ പറ്റാത്ത കാര്യവും അവരുടെ ഈ ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. അതിനുവേണ്ടി അമേരിക്ക ഒരു ബുദ്ധി ഉപയോഗിച്ചു. അവര് ജപ്പാനോട് പറഞ്ഞു ബോണ്ട് വിറ്റിട്ട് യെൻ വാങ്ങണ്ട എന്ന്. പകരം അമേരിക്ക തന്നെ യെൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചോളാമെന്ന്. അമേരിക്കയുടെ കയ്യിലുണ്ടായിരുന്ന യൂറോ വിറ്റിട്ട് അവർ യെൻ വാങ്ങി. ഇതുകൂടാതെ ജപ്പാനൊരു വഴിയും കൂടി പറഞ്ഞു കൊടുത്തു. അമേരിക്ക ജപ്പാനോട് പറഞ്ഞു ബോണ്ട് വിൽക്കണ്ട, ബോണ്ട് പണയം വെച്ചിട്ട് ഡോളർ കടമെടുക്കാൻ. അതായത് അമേരിക്ക ജപ്പാനെ രക്ഷിച്ചത് സ്നേഹം കൊണ്ടല്ല, അമേരിക്കയുടെ സ്വന്തം ബോണ്ട് മാർക്കറ്റിനെ രക്ഷിക്കാനാണ്. ഇങ്ങനെ രണ്ട് കൺട്രി ഒന്നിച്ചിറങ്ങുന്നത് 2011 ശേഷം ആദ്യമായിട്ടാണ്. ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. ഈ കളിയിലെല്ലാം ഡോളർ ഡെപ്രിഷിയേറ്റ് ചെയ്തു, 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. പിന്നെ ഗോൾഡിന്റെ വില പറയുന്നത് ഡോളറിലാണല്ലോ. ഡോളർ ഡെപ്രിഷിയേറ്റ് ചെയ്താൽ ഗോൾഡ് വാങ്ങാൻ വേണ്ടി കൂടുതൽ ഡോളർ വേണ്ടി വരും. അതുകൊണ്ട് ഗോൾഡ് 3% കുതിച്ചു കയറി. ഫുൾ കഥ നാളെ മാർക്കറ്റ് ഡീകോഡഡിൽ. സബ്സ്ക്രൈബ് ചെയ്യട്ടോ.